സമീപകാലത്തെ പാകിസ്ഥാന്റെ പ്രകോപനങ്ങളിൽ ഉറി സംഭവിച്ചപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായി, തിരിച്ച് പുൽവാമ സംഭവിച്ചപ്പോൾ ബലാക്കോട്ടിൽ വ്യോമാക്രമണമുണ്ടായി. ഒരു തരത്തിൽ ലിമിറ്റഡ് വാർ ടാക്ടിക്സ് ആണ്. ഇവിടെ കുറെ കൂടി ഗൗരവ സ്വഭാവത്തിലുള്ള കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത്. വളരെ കൃത്യമായി രാജ്യത്തെ തന്നെ അസ്വസ്ഥമാക്കുക എന്നതിൽ ലക്ഷ്യം വെച്ച് ടാർഗറ്റഡ് ആയിട്ടുള്ള കില്ലിങ്സ്, അതും ടൂറിസ്റ്റുകൾക്ക് നേരെ കാശ്മീരിൽ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ മുമ്പ് സ്വീകരിച്ച നടപടികളായിരിക്കില്ല ഇത്തവണ സ്വീകരിക്കുക എന്ന് നമുക്ക് സാമാന്യമായും വിചാരിക്കാം. പാഠം പഠിപ്പിക്കുമെന്ന് പറയുമ്പോൾ മിലിറ്ററി ഓപ്ഷൻസ് അടക്കമുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? അഭിലാഷ്, സ്വാഭാവികമായിട്ടും ഇത്ര കാലം ഇന്ത്യ ക്ഷമയോടെ കാത്തിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒന്നോ രണ്ടോ തവണയല്ല, എത്രയോ വട്ടം നമുക്ക് ക്ഷമയോടുകൂടി സമാധാനത്തോടുകൂടി അവർ നന്നാവും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരുന്നു. ചില സൂചകങ്ങൾ നമ്മൾ കൊടുത്തു പലപ്പോഴും. ഇപ്പോൾ ഞാൻ എൻ്റെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി താൽക്കാലികമായിട്ട് മരവിപ്പിച്ചത് തന്നെ ഒരു സൂപ്പർ സർജിക്കൽ സ്ട്രൈക്കാണ്. പാകിസ്ഥാൻ അവിടെ വരളാൻ പോവുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഈ സിന്ധു നദി ഉള്ള വെള്ളം കിട്ടിയില്ലെങ്കിൽ 1960 കാലഘട്ടത്തിൽ തന്നെ ഈ കരാർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പാകിസ്ഥാൻ്റെ ഇറിഗേറ്റഡ് ലാൻഡിലെ ഒരു 80% വെള്ളം കൊടുത്തിരുന്നത് ഇവിടെ നിന്നുള്ള വെള്ളമാണ്. അതാണ് നിൽക്കാൻ പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാനാവില്ല. ഇപ്പോൾ അവർ സിംല കരാർ റദ്ദാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. സിംല കരാർ കൊണ്ട് ഇന്ത്യക്കോ പാകിസ്ഥാനോ അത് ഏതെങ്കിലും തരത്തിൽ ബാധകമായിട്ടുണ്ടോ? അതിർത്തി നിർണ്ണയിക്കാൻ അത് വഴിയൊരുക്കി എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ ഒരു 100 വട്ടം ഇതിനൊക്കെ തന്നെ സിംല കരാർ പാകിസ്ഥാൻ ലംഘിച്ചിട്ടില്ലേ? അതിർത്തിയിൽ സംഘർഷമുണ്ടാവില്ല, അതിർത്തി കടന്നുള്ള സംഘർഷമുണ്ടാവില്ല എന്നൊക്കെയുള്ള വളരെ ഭംഗിയുള്ള വാക്കുകളാണ് അതിലുള്ളത്. അതൊക്കെ അവരെത്രയോ തവണ ലംഘിച്ചിരിക്കുന്നു. നമ്മൾ അതൊക്കെ ലംഘിച്ചെങ്കിലും നമ്മൾ അതിന് വലിയ ചെവി കൊടുത്തിരുന്നില്ല. ആ കരാർ ലംഘിച്ചാലും ഇന്ത്യയെ കാര്യമായിട്ട് എന്തെങ്കിലും ബാധിക്കും എന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതൊരു പാകിസ്ഥാൻ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടാക്കുന്നു എന്നതാണ് പ്രധാനം. വളരെ വളരെ വലുതാണ്. പക്ഷേ അതിന്റെ ഒരു പ്രായോഗിക തലം കൂടി നമ്മൾ ആലോചിക്കണമല്ലോ. നിലവിൽ ഇപ്പോ സിന്ധു നദിയിലോ മറ്റ് 2 നദികളിലോ ഇന്ത്യയെ സംബന്ധിച്ച് ഈ വാട്ടർ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യാൻ ഉള്ള ഒരു മാർഗവുമില്ല. നമ്മൾ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ വെള്ളം ഒഴുകാതിരിക്കില്ലല്ലോ. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ല. ഇപ്പോൾ ഈ ജലം ഡൈവേർട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ ജലം തടയാനോ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോഴില്ല. അതിന് സമയമെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇഫക്റ്റ് പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ഈ നദിയുടെ ഡൗൺ സ്ട്രീമിൽ ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം കൂടി അവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നമ്മളൊരു മെസ്സേജ് കൊടുക്കുകയാണ് അവർക്ക്, വ്യക്തമായിട്ടുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ നിലയിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. പണ്ട് യൂറിയ ആക്രമണം കഴിഞ്ഞ സമയത്ത് നരേന്ദ്രമോദി പറഞ്ഞ 2 വാക്കുകളുണ്ട്, രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്ന്. ആ മെസ്സേജ് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് കാത്തിരിക്കാം. നമുക്ക് നമ്മുടെ ചില ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ഓപ്ഷനും ഇല്ലെങ്കിൽ മോഡി ഗവൺമെൻറ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പെട്ടെന്ന് തിരിയില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും. ഒരു ഡാമും ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് തടഞ്ഞു കെട്ടാൻ കഴിയുന്ന കുറേ പ്രദേശങ്ങളുണ്ട്, കുറേ സൗകര്യങ്ങളുണ്ട്. മുഴുവൻ വെള്ളവും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. പക്ഷേ അതിനുള്ള ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അത് ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയും. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ 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 പരിക്കേൽക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്. രണ്ടാമത്തേത്, യുദ്ധത്തിൻ്റെ വക്കിലേക്കാണോ നമ്മൾ പോകുന്നത്? കേണൽ ഡീനി സൂചിപ്പിച്ചത് ശരിയാണ്. നമ്മളുടെ മുമ്പിൽ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയൊന്നും ഉണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ബീഹാറിലെ പ്രസംഗം കൂടി കേട്ട് കഴിയുമ്പോൾ പൊതുവെ ഉണ്ടായിട്ടുള്ള ധാരണ വി ആർ പ്രിപ്പയർഡ് ഫോർ എനിത്തിങ് എന്ന് തന്നെയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം. തിരക്ക് പിടിക്കേണ്ട സമയമായിട്ടില്ല അതിന്.